ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഫാദർ ഡാമിയൻ, ഒളോക്കോയിലെ കാരുണ്യത്തിൻ്റെ കനൽ വഴി. പ്രിയരെ, ഭയവും വെറുപ്പും മൂലം ലോകം ഉപേക്ഷിച്ചവർക്കായി സ്വന്തം ജീവിതം ഒരു ബലിയായി നൽകിയ മനുഷ്യനുണ്ട്. കാരുണ്യത്തിൻ്റെ ഭാഷയിൽ ചരിത്രം അദ്ദേഹത്തെ ഫാദർ ഡാമിയൻ എന്ന് വിളിക്കും. മരണത്തിൻ്റെ ഗന്ധമുള്ള ഒരു ദ്വീപിലേക്ക് സ്നേഹത്തിൻ്റെ സുഗന്ധവുമായി കടന്നു ചെന്ന ആ മിഷണറിയുടെ ജീവിതം സമയം സാക്ഷി ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. വർഷം 1840. ബെൽജിയത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് ജോസഫ് ഡി വിസ്റ്റർ ജനിച്ചത്. തൻ്റെ ചെറുപ്പം മുതലേ കഠിനാധ്വാനശീലനായിരുന്നു അദ്ദേഹം. തൻ്റെ മാതാപിതാക്കളെ കൃഷിപ്പണിയിൽ ധാരാളമായി അദ്ദേഹം സഹായിച്ചിരുന്നു. എന്നാൽ തൻ്റെ ഉള്ളിൽ ദൈവമൊരുക്കിയ ഒരു വലിയ വിളിയുണ്ട്. അത് ജീവിതത്തിൽ എപ്പോഴൊക്കെയോ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഭൗതികമായ സുഖ സൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവരെ സേവിക്കുന്നതിലാണ് സന്തോഷമെന്ന് ആ കൊച്ചു ബാലൻ മനസ്സിലാക്കി. തൻ്റെ സഹോദരൻ പീറ്ററിനെ പോലെ ഒരു മിഷണറി ആകാൻ കൊച്ചു ജോസഫും ആഗ്രഹിച്ചു. സഭയിൽ ചേർന്ന അദ്ദേഹം ഡാമിയൻ എന്ന പേര് സ്വീകരിച്ചു. സഹോദരന് പോകാൻ കഴിയാതെ വന്ന ഒരു മിഷണറി ദൗത്യം യാദൃച്ഛിക അദ്ദേഹം ഏറ്റെടുത്തു. അങ്ങനെ ഹവായിലെ ദ്വീപുകളിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. അത് വെറുമൊരു യാത്രയല്ലായിരുന്നു. ലോകം കണ്ട വലിയ ഒരു കാരുണ്യ പ്രവൃത്തിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു അത്. ഹവായിലെത്തിയ ഡാമിയൻ ആദ്യം സാധാരണ ഇടവക പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. അവിടെയുള്ള ജനങ്ങളുടെ ഭാഷ പഠിക്കാനും അവരുടെ സംസ്കാരവുമായി ലയിക്കുവാനും അദ്ദേഹം ആദ്യമൊക്കെ ശ്രമിച്ചു. എങ്കിലും തൻ്റെ ജീവിതത്തിന് അതിനേക്കാൾ വലിയൊരു ദർശനം ലഭിക്കാനുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജനങ്ങളുടെ സങ്കടങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് തൻ്റെ ആത്മീയത പൂർണ്ണമാകുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അക്കാലത്ത് ഹവായിൽ കുഷ്ഠരോഗം അതിവേഗം പടരുകയായിരുന്നു. രോഗം ബാധിച്ചവരെ തെല്ലും ദയവില്ലാതെ മൊളോക്കായ് എന്ന ഒറ്റപ്പെട്ട ദ്വീപിലേക്ക് അവർ നാടുകടത്തി. അവിടെ ഈ കുഷ്ഠരോഗികൾ നരകതുല്യമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത്. ആരും അങ്ങോട്ട് പോകാറില്ല. കാരണം അവിടെ പോകുക എന്ന് പറഞ്ഞാൽ മരണത്തെ നേരിട്ട് പോയി സ്വീകരിക്കുക എന്നതാണ് അർത്ഥം, എന്നത് മാത്രമാണ് അർത്ഥം. കുഷ്ഠരോഗികളുടെ ഈ ദുരവസ്ഥ ഡാമിയനെ വല്ലാതെ വേദനിപ്പിച്ചു. അവരെ ശുശ്രൂഷിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്ന് അവിടുത്തെ ബിഷപ്പിൻ്റെ ചോദ്യത്തിന് ഡാമിയൻ ധൈര്യമായി മുന്നോട്ട് വന്നു, ഞാൻ പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ചരിത്രത്തെ മാറ്റിമറിച്ചു. ഒരു സാധാരണ മിഷണറിയിൽ നിന്ന് ലോകത്തിൻ്റെ സ്നേഹദൂതനായി അദ്ദേഹം മാറിയ നിമിഷമായിരുന്നു അത്. വർഷം 1873 ഡാമിയൻ മൊളോക്കായ് ദ്വീപിലെ കലാവു എന്ന സ്ഥലത്ത് വന്നിറങ്ങി. പ്രിയരെ, അവിടെ അദ്ദേഹം കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോഴേ ശരീരം അഴുകുന്ന മനുഷ്യർ, മരുന്നും ഭക്ഷണവുമില്ലാതെ മരിച്ചു വീഴുന്ന നിസ്സഹായർ, ക്രമസമാധാനമില്ലാത്ത, മദ്യപാനവും അക്രമവും നിറഞ്ഞ ഒരു നരകമായിരുന്നു ആ ദ്വീപ്. അവിടുത്തെ ഗന്ധം സഹിക്കാനാവാത്തതായിരുന്നു.
തുടക്കത്തിൽ ഡാമിയന് പോലും അവിടെ നിൽക്കാൻ പ്രയാസം തോന്നി. എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടപ്പോൾ തൻ്റെ ഭയം സ്നേഹത്തിന് വഴിമാറി. അദ്ദേഹം അവരെ തൊടാനും കെട്ടിപ്പിടിക്കാനും മടിച്ചില്ല. ലോകം അശുദ്ധർ എന്ന് വിളിച്ചവരെ അദ്ദേഹം തൻ്റെ സഹോദരങ്ങളായി കണ്ടു. ഡാമിയൻ അവിടെ വെറുമൊരു പുരോഹിതൻ മാത്രമായിരുന്നില്ല. അവർക്ക് അദ്ദേഹം ഡോക്ടറായി, ഭരണാധികാരിയായി, ചില സമയങ്ങളിൽ മരപ്പണിക്കാരനായി, അങ്ങനെ രോഗികൾക്ക് വേണ്ടി അദ്ദേഹം പോയി ചെറിയ വീടുകളൊക്കെ നിർമ്മിച്ചു നൽകി. അവർക്ക് കുടിക്കാൻ ശുദ്ധമായ ജലം എത്തിച്ചു. ഓരോ രോഗിയുടെ മുറിവുകൾ അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് കഴുകി മരുന്നൊഴിച്ച് കെട്ടി. നോക്കൂ, ദ്വീപിലെ ക്രമസമാധാനം അദ്ദേഹം വീണ്ടെടുത്തു. പിന്നീട് രോഗികൾക്കിടയിൽ കൃഷിയും സംഗീതവും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. മരണത്തെ കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. അവിടുത്തെ കല്ലറകൾ പോലും അദ്ദേഹം വെട്ടി തയ്യാറാക്കി. ഓരോ മനുഷ്യനും അന്തസ്സോടെ മരിക്കാനുള്ള അവകാശമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തു. മൊളോക്കോയിലെ കാറ്റ് പിന്നീട് സ്നേഹത്തിൻ്റെ ഗന്ധമുള്ളതായി മാറുകയായിരുന്നു. ഡാമിയൻ്റെ സാന്നിധ്യം ആ ദ്വീപിനെ ഒരാത്മീയ കേന്ദ്രമാക്കി മാറ്റി. പുറം ലോകം അറിഞ്ഞിട്ടില്ലാത്ത ആ കാരുണ്യത്തിൻ്റെ കഥകൾ മെല്ലെ മെല്ലെ ലോകത്തിൻ്റെ കാതുകളിലേക്ക് എത്തിത്തുടങ്ങി. അത് കേവലം ഒരു മിഷണറിയുടെ സേവനമായിരുന്നില്ല, മറിച്ച് മനുഷ്യത്വത്തിൻ്റെ വിജയമായിരുന്നു. വർഷങ്ങളോളം കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ച ഡാമിയന് തൻ്റെ വിധി എന്താണെന്ന് അറിയാം. ഓരോ ദിവസവും അദ്ദേഹം രോഗികളുടെ ചലമൊലിക്കുന്ന മുറിവുകളിൽ തൊടുമ്പോൾ തൻ്റെ ശരീരത്തിലേക്കും ആ രോഗം പടരാമെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അവരിൽ ഒരാളായി ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. വർഷം 1884. ഒരു ദിവസം കാലിൽ യാദൃച്ഛിക തിളച്ച വെള്ളം വീണിട്ടും പൊള്ളൽ അറിയാതിരുന്നപ്പോഴാണ് അതിവേദനയോടെ താൻ ആ സത്യം മനസ്സിലാക്കിയത്. താനുമിതാ ഒരു കുഷ്ഠരോഗിയായി മാറിയിരിക്കുന്നു. പ്രിയരെ, തൻ്റെ ശരീരത്തിൽ കുഷ്ഠത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരിക്കലും തളർന്നു പോയില്ല. പകരം തൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹം ഒരു മാറ്റം വരുത്തി. നാം ആകുന്ന കുഷ്ഠരോഗികളെ എന്ന് അദ്ദേഹം ജനങ്ങളെ സംബോധന ചെയ്തു. തനിക്കും രോഗം ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ ഡാമിയൻ കൂടുതൽ വേഗതയിൽ പ്രവർത്തിച്ചു തുടങ്ങി. താൻ പോയി കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട രോഗികൾ അനാഥരാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പള്ളിയും ആശുപത്രിയും നിർമ്മിക്കുന്നത് അദ്ദേഹം വേഗത്തിലാക്കി. തൻ്റെ അവസാന ശ്വാസം വരെയും ആ പാവങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. രോഗം ബാധിച്ചതോടെ അദ്ദേഹത്തിൻ്റെ മുഖവും വിരൂപമായി തുടങ്ങി. ശ്വാസമെടുക്കുവാൻ പോലും പലപ്പോഴും കഴിയാത്തൊരവസ്ഥ. എങ്കിലും ആ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി വിളങ്ങിയിരുന്നു. തൻ്റെ രോഗം ഒരു ശാപമല്ല, മറിച്ച് തൻ്റെ മക്കളോട് ഒന്നാകാനുള്ള ദൈവത്തിൻ്റെ വഴിയാണ് എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ആ സമർപ്പണം ലോകത്തെ വിസ്മയിപ്പിച്ചു. തൻ്റെ രോഗാവസ്ഥയിലും അദ്ദേഹം കത്തുകളിലൂടെ ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചു. ആ കത്തുകൾ ലോകപ്രശസ്ത എഴുത്തുകാരെയും ഭരണാധികാരികളെയും സ്വാധീനിച്ചു. മൊളോക്കായ് ദ്വീപിലേക്ക് പിന്നീട് മരുന്നും ഭക്ഷണവും സമൃദ്ധമായി എത്തിത്തുടങ്ങി. രോഗിയായ ഡാമിയൻ തൻ്റെ രോഗികളെക്കാൾ കൂടുതൽ കരുത്തനായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടു തുടങ്ങിയത്. വർഷം 1889 ഏപ്രിൽ മാസം 15. പ്രിയരെ, ഫാദർ ഡാമിയൻ എന്ന ആ മഹാമനസ്കൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. കുഷ്ഠരോഗത്താൽ തകർന്ന ആ ശരീരം മൊളോക്കായിലെ തൻ്റെ പ്രിയപ്പെട്ടവർക്കിടയിൽ തന്നെ അടക്കം ചെയ്യപ്പെട്ടു.
തൻ്റെ ജീവിതം മുഴുവൻ ആർക്കു വേണ്ടിയാണോ സമർപ്പിച്ചത്, അവരുടെ മണ്ണിൽ തന്നെ അദ്ദേഹം ലയിച്ചു ചേർന്നു. ആ മരണം ലോകത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. ഡാമിയൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ മൊളോക്കായ് ദ്വീപ് തേങ്ങിക്കരഞ്ഞു. തങ്ങളുടെ വല്യപ്പച്ചനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവിടുത്തെ ഓരോ കല്ലും മണ്ണും ആ പാദസ്പർശം ഏറ്റുവാങ്ങിയവയായിരുന്നു. ആ സ്നേഹത്തെ അറിഞ്ഞവയായിരുന്നു. ലോകമെമ്പാടുമുള്ള പത്രങ്ങൾ ആ കാലങ്ങളിൽ ആ വലിയ സ്നേഹത്തിൻ്റെ കഥകൾ മുൻപേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചു. മിഷണറി പ്രവർത്തനത്തിൻ്റെ പുതിയൊരു നിർവചനമായിരുന്നു അദ്ദേഹം നൽകിയത്. ഫാദർ ഡാമിയൻ്റെ മരണശേഷവും ആ സേവനം അവസാനിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വഴി പിന്തുടർന്ന് അനേകം സന്നദ്ധ പ്രവർത്തകർ മൊളോക്കായിലേക്ക് എത്താൻ തുടങ്ങി. മദർ മരിയാൻ കോപ്പ് ഉൾപ്പെടെയുള്ളവർ. അദ്ദേഹം പാതി വഴിയിൽ നിർത്തിയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ അവർ പ്രയത്നം ആരംഭിച്ചു. സ്നേഹത്തിൻ്റെ വിത്തുകൾ ഒരു മനുഷ്യൻ നട്ടാൽ അത് തലമുറകളോളം തണലേകുമെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഭാരതത്തിലെയും കേരളത്തിലെയും മിഷണറിമാർക്ക് കുഷ്ഠരോഗ നിവാരണ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഏറ്റവും വലിയ പ്രചോദനം ഫാദർ ഡാമിയൻ തന്നെയായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസിനെ പോലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുവാൻ പോയവർക്ക് ഡാമിയൻ ഒരു വെളിച്ചമായി മാറി. സ്വന്തം ജീവൻ ബലി നൽകിയും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന ക്രിസ്തീയ മൂല്യം ഉയർത്തിപ്പിടിച്ചതിലൂടെയും തൻ്റെ സുവിശേഷ ദൗത്യം അദ്ദേഹം നിറപടിയായി നയിച്ചു പൂർത്തീകരിച്ചു. വർഷങ്ങൾക്ക് ശേഷം 1936 ബെൽജിയം സർക്കാരിൻ്റെ അപേക്ഷ പ്രകാരം അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം ബെൽജിയത്തിലേക്ക് കൊണ്ടുപോയി. എങ്കിലും മൊളോക്കായ് ദ്വീപ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവിടെ കാണുന്നുണ്ട് എന്നതാണ് സത്യം. ഭാരതത്തിലെ കുഷ്ഠരോഗികൾക്ക് ഇന്നും ഫാദർ ഡാമിയൻ ഒരാരാധനാപാത്രമാണ്. കാരണം അദ്ദേഹം അവരിലൊരാളായി മാറിയവനാണ്. ഫാദർ ഡാമിയൻ കേവലം ഒരു മതപ്രചാരകനായിരുന്നില്ല, മറിച്ചൊരു വിശ്വ പൗരനായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷിയായിരുന്നു. ജാതി മത ഭേദമില്ലാതെ മനുഷ്യന്റെ വേദനയിൽ പങ്കുചേരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മതം. ആധുനിക ലോകത്തിന് സഹാനുഭൂതിയുടെ ഏറ്റവും വലിയ പാഠങ്ങൾ അദ്ദേഹം പകർന്നു നൽകി. മുറിവുകളിൽ തൊടുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ജീവിതത്തിലൂടെ അത് തെളിയിച്ചു. ലോകത്തെ വലിയ സാഹിത്യകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ലോകത്തിൻ്റെ മുൻപിൽ വാഴ്ത്തിപ്പാടി. മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചിരുന്നവർ പോലും ഫാദർ ഡാമിയൻ്റെ മുന്നിൽ തലകുനിച്ചു. വെറുപ്പിനേക്കാൾ വേഗത്തിൽ സ്നേഹം പടരുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്താണ് ഫാദർ ഡാമിയൻ ഈ സാഹസത്തിന് മുതിർന്നത്. അത് കേവലം ഒരു പരീക്ഷണമായിരുന്നില്ല, മറിച്ച് ഒരാത്മബലിയായിരുന്നു. സ്വന്തം സുരക്ഷ നോക്കാതെ അപരൻ്റെ സുരക്ഷയ്ക്കായി നിലകൊള്ളുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ ധീരത. ഫാദർ ഡാമിയൻ ആ ധീരതയുടെ ഒരു പര്യായമാണ്. വർഷം 2009 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. എന്നാൽ അതിനു മുൻപേ മനുഷ്യസ്നേഹികളുടെ ഹൃദയത്തിൽ അദ്ദേഹം വിശുദ്ധനായി മാറിക്കഴിഞ്ഞിരുന്നു. ലോകത്തെ കുഷ്ഠരോഗ വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഖമായി ഇന്നും ഫാദർ ഡാമിയൻ അറിയപ്പെടുന്നു. ആ പഴയ മൊളോക്കായ് ദ്വീപ് ഇന്നൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഭാരതത്തിലെ മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് ഫാദർ ഡാമിയൻ്റെ ജീവിതം ഒരു വലിയ ഉത്തരമാണ്. തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയ മറുപടിയാണത്. സ്നേഹം കൊണ്ട് ഒരാളെ മാറ്റിയെടുക്കുക എന്നതാണ് യഥാർത്ഥ മതം മാറ്റം എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരം കുറയ്ക്കുവാൻ സ്നേഹത്തിൻ്റെ പാലം പണിയുകയാണ് ഒരു മിഷണറി ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഫാദർ ഡാമിയൻ്റെ ആത്മീയത എന്നത് പ്രവൃത്തിയിലുള്ള
പ്രാർത്ഥന എന്നതായിരുന്നു. പള്ളിക്കുള്ളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥന രോഗിയുടെ മുറിവുകൾ കഴുകുന്നതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ക്രിസ്തുവിനെ അദ്ദേഹം കണ്ടത് കുഷ്ഠം ബാധിച്ച ആ പാവപ്പെട്ടവൻ്റെ വികൃതമായ മുഖങ്ങളിലായിരുന്നു. ആത്മീയത എന്നത് സേവനമാണ് എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തി. പ്രിയരെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട പാഠം നിസ്വാർത്ഥതയാണ്. സ്വന്തം സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഓടിയെത്തുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന നിസ്വാർത്ഥത എന്ന ആ പാഠം. ഈ ലോകം സ്നേഹമില്ലായ്മ കൊണ്ട് തളരുമ്പോൾ ഫാദർ ഡാമിയനെ പോലെ ഒരു തുള്ളി സ്നേഹം പകരാൻ നമുക്ക് കഴിയണമെന്ന ഒരു പാഠം. മറ്റൊരു പാഠം എന്നത് ഭയമില്ലായ്മ എന്നതാണ്. തനിക്ക് രോഗം വരുമെന്ന് ഉറപ്പായിട്ടും ഫാദർ ഡാമിയൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ശരിയായ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മരണം പോലും ഒരു ഭീഷണിയല്ല എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ലോകത്തിനിന്നും കാണിച്ചു തരുന്നു. അന്ധവിശ്വാസങ്ങളെയും ഭയത്തെയും കീഴടക്കുവാൻ അറിവും ക്രിസ്തുവിൻ്റെ സ്നേഹവും ഉണ്ടെങ്കിൽ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു. ചേർത്ത് നിർത്തൽ എന്നതാണ് ഏറ്റവും വലിയ ആത്മീയതയെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മാറ്റി നിർത്തപ്പെട്ടവരെയും അവഗണിക്കപ്പെട്ടവരെയും സമൂഹത്തിൻ്റെ മുൻനിലയിലേക്ക് കൊണ്ടുവരിക, അവരിലും ദൈവത്തിൻ്റെ ഛായയുണ്ടെന്ന് തിരിച്ചറിയുക. പ്രിയരെ, ഇന്നും നമ്മുടെ ചുറ്റും അവഗണിക്കപ്പെടുന്നവരോട് കരുണ കാണിക്കുവാൻ ഫാദർ ഡാമിയൻ്റെ ജീവിതം നമ്മെ വല്ലാതെ പ്രേരിപ്പിക്കുന്നുണ്ട്. അവസാനമായി അദ്ദേഹം പഠിപ്പിക്കുന്നൊരു പാഠം മറ്റു പലരും പഠിപ്പിച്ചതുപോലെ വിശ്വസ്തത. താൻ തിരഞ്ഞെടുത്ത പാതയിൽ മരണം വരെയും വിശ്വസ്തയോടുകൂടെ അദ്ദേഹം നിലനിന്നു. പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും അദ്ദേഹം തൻ്റെ ദൗത്യം തെല്ലും ഉപേക്ഷിച്ചിട്ടില്ല. നന്മ ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന സ്വാഭാവികതകൾ മാത്രമായി അദ്ദേഹം അവയെ പരിഗണിച്ചു. സമയം സാക്ഷിയുടെ ഈ അധ്യായത്തിലൂടെ നമ്മൾ കണ്ടത് സ്നേഹം എങ്ങനെ മരണത്തെ തോൽപ്പിക്കുന്നു എന്നതാണ്. ഗ്രഹാം സ്റ്റെയിൻസും ഐഡ സ്കഡറും ഫാദർ ഡാമിയനും ഒരേ ഭാഷയിലാണ് ലോകത്തോട് സംസാരിച്ചത്. അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ആയുധങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും ചെയ്യാൻ കഴിയാത്തത് ഈ മിഷണറിമാർ തങ്ങളുടെ കൈകൾ കൊണ്ട്, തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, തങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആക്രമണമോ വിദ്വേഷമോ ഒന്നിനും പരിഹാരമല്ല. ഒരു മനുഷ്യൻ മറ്റൊരാൾക്ക് നൽകേണ്ടത് വേദനയല്ല, മറിച്ച് സാന്ത്വനമാണ് എന്ന് വീണ്ടും വീണ്ടും ഇവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെയും മൂല്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം കൂടുതൽ സുന്ദരമാകും. പ്രിയപ്പെട്ടവരെ, വിവേചനങ്ങളില്ലാത്ത സ്നേഹം മാത്രം നിറഞ്ഞ ഒരു നല്ല നാളെ നമുക്ക് സ്വപ്നം കാണാം. ഫാദർ ഡാമിയൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഒന്ന് മാത്രം: എനിക്ക് ഈ ലോകത്തിന് എന്ത് നൽകാൻ കഴിയും? എൻ്റെ പരിമിതികളിൽ, എൻ്റെ സമൃദ്ധികളിൽ, എൻ്റെ വിശാലതകളിൽ, എൻ്റെ ഇല്ലായ്മകളിൽ എനിക്ക് ഈ ലോകത്തിന് എന്ത് നൽകാൻ കഴിയും? പ്രിയരെ, സ്നേഹത്തിൻ്റെ ആ കനൽ വഴികളിൽ പ്രകാശം വരുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാമോ? സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. സമയത്തിൻ്റെ മികച്ച ഒരു സാക്ഷ്യപ്പെടുത്തലുമായി മറ്റൊരു അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.